എടാ നിക്കടവിടെ. ഓ എന്താടാ നീ ചെയ്തത്? എന്റെ മേക്കപ്പ് പോയി. ബഹദൂറെ കണ്ണാടി കാണിക്ക്. എന്നെ വന്ന് പിടിക്കൂ, വരൂ. അയ്യോ അനന്തരവാ, എന്താ നീ ചെയ്തത്? നിന്നെ പറ്റി ഞാൻ പോലീസ് മേഡത്തിനോട് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്, നോക്കിയോ. സോറി അങ്കിൾ, വെരി സോറി. ഇതെല്ലാം ജോഗാവറിനെ പിടിക്കാൻ വേണ്ടിയാ ചെയ്തത്. ഞങ്ങളുടെ ഉടക്കാൻ വന്ന ഉടച്ച് കൈ തരും ഞങ്ങൾ. ഏത് കൊലകൊമ്പനെയും മുട്ടുകുത്തിക്കും ഈ അമ്മാവനും അനന്തരവനും. അമ്മാവ എറിഞ്ഞോ. എടാ കള്ളം കാണാര, ഒരു കാര്യം എപ്പോഴും ഓർത്തോ. നിയമത്തിന്റെ കരങ്ങളിൽ നിന്നും ഈ പോലീസിന്റെ തൊഴിലിൽ നിന്നും ഒരിക്കലും നിനക്ക് രക്ഷയില്ല. എടാ ബഹദൂറെ, ഇവനെ പിടിച്ച് ജീപ്പിലിട്. അമ്മാവ അനന്തരവ, താങ്ക് യു. അപകടം, അപകടം. വല എറിഞ്ഞോ. കണാരം പക്ഷി രക്ഷിക്ക്, നീ ഒന്ന് താഴെ ഇറങ്ങ. അയ്യോ എനിക്ക് വയ്യേ, അല്ലെങ്കിൽ എന്റെ മേക്കപ്പ് എല്ലാം പോകും. നമ്മള് ശരിക്കും രക്ഷപ്പെട്ടിട്ടില്ല. നമ്മള് മുകളിൽ നിന്ന് ഇപ്പൊ താഴെ വീഴും. ഈ മരം കുത്തി ആരെങ്കിലും ചെന്ന് തടയേ. നിക്ക് നിക്ക്. പ്ലെയിനിൽ ഓട്ടയിട്ടാൽ പിന്നെ എല്ലാരും നശിച്ചു പോകും. ഇനി ഒരേ ഒരു വഴിയുള്ളൂ, എങ്ങനെയെങ്കിലും അതിനെ പച്ച വട്ടം ഞെക്കണം. ഐഡിയ. എവരിബഡി റെഡി? ഐഡിയ ആക്ടിവേറ്റ്. അപകടം, അപകടം.
സോറി ചേച്ചി, ടിക്കറ്റ് എടുക്കാതെ അറിയാതെ അകത്ത് വന്നതാ. കുഴപ്പമില്ലല്ലോ. എല്ലാരും എത്തിയോ? ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? മാമന്റെ ശരീരത്തിൽ എങ്ങനെ മഞ്ഞ കളർ വന്നേ? അതിനർത്ഥം ആ കള്ളൻ ആ കൂട്ടത്തിലുണ്ടെന്നാ. അവൻ പോസ്റ്റർ മാറ്റിയപ്പോ അവന്റെ കയ്യിൽ കെമിക്കൽ വന്നു. അങ്ങനെ ആ കെമിക്കല് മാമന്റെ ഷർട്ടിലും വന്നു. മാമന്റെ ദേഹത്ത് വെള്ളം വീണപ്പോ മഞ്ഞ കളറായി. ഐഡിയ! പോലീസ് മാഡം, വേഗം ടൗൺ ഹാളിലേക്ക് വാ. വരൂ മാമ, അങ്ങോട്ടേക്ക് പോവാം. കള്ളനെ പിടിക്കണ്ടേ? പക്ഷെ എങ്ങനെ പിടിക്കാൻ പോകുന്നെന്നും കൂടി ഒന്ന് പറ. മാമ ഓടിക്കോ, അവരത് അവിടെയുണ്ട്. ആ, ദേ അവിടെ ഉണ്ട്. വേഗം വാ. ഇത്രയും അടിപൊളിയായിരിക്കുമെന്ന് ഞാൻ കരുതിയേയില്ല. എന്നാ പിന്നെ ബാക്കി കൂടി പോയി കണ്ടു കളയാം. അമ്മാവന്റെ അവസ്ഥ എന്താവോ എന്തോ. വിടരുത്. അവനെ വേഗം പിടിക്ക്. ദേ അങ്ങോട്ട് പോയി. വിടരുത്. വേഗം വരൂ. പിടിക്കാൻ വേണ്ടി. ദേ അവിടെയുണ്ട്. അവിടെ നിക്കടാ കൊള്ളക്കണാരോ. എന്തായി നടക്കുന്നേ? ഇന്നാ പിടിച്ചോ നിങ്ങളുടെ കുറ്റവാളി. ഞാൻ എന്റെ ജീവൻ പണയം വെച്ചും ബുദ്ധി ഉപയോഗിച്ചും പിടിച്ചതാണ്. അത് കൊള്ളാം. നിനക്കല്ല ഒറ്റയ്ക്ക് തിന്നാന്നാണോ വിചാരം? ഞങ്ങളെന്താ ഇവിടെ പുല്ല് പറിക്കാൻ വന്നവരാണോ? 50 ലക്ഷം എനിക്ക് വേണം. ആരും ഒരു അക്ഷരമിണ്ടരുത്. ഇത് നമ്മുടെ അമ്മാവനാ. ഇയാളെ അല്ല നമ്മൾ പിടിക്കേണ്ടിയിരുന്നത്. കള്ളനെ വിട്ടുകളഞ്ഞു അല്ലേ? എടാ കൊച്ചേർക്ക, ആ കള്ളക്കണാരൻ എവിടെ പോയി? ഇവിടെയുണ്ട്. എല്ലാ വാതിലുകളും വേഗം അടയ്ക്ക്. ഇനി എല്ലാവരും മുന്നിലേക്ക് വന്ന് കൈ കഴുക്. കൈ കഴുകിയത് കൊണ്ട് എന്തുണ്ടാവാനാ? ഞാൻ അടിപൊളിയായിട്ടാ വേഷം മാറിയിരിക്കുന്നത്. എന്നെ തിരിച്ചറിയാനാകില്ലല്ലോ. ഇതാണോ കള്ളൻ? മോനെ അനന്തരവാ, നീ എത്ര വലിയ തന്ത്രശാലിയാണെങ്കിലും എന്നെക്കാൾ വലിയവനാകില്ല ഒരിക്കലും. വീശിയടിക്കുന്ന കൊടുങ്കാറ്റിനെയും ഈ ഒളിച്ചിരിക്കുന്ന കള്ളനെയും ഒരിക്കലും പിടിക്കാനാകില്ല. എന്തുട്ടത്? പിടിക്കവനെ. എടോ അവിടെ നിക്കേ. എടോ ഞങ്ങളോട് ഉടുക്കാൻ വന്ന ഉടച്ച കൈ തരും ഞങ്ങള്. ഏത് കൊമ്പനെയും മുട്ടുകുത്തിക്കും ഈ മാമനും പിന്നെ അനന്തരവനും. ആ അമ്മച്ചി. അങ്ങളെ സോഫയിലേക്ക് വാ. ഇത് ഏത് മോഡലുള്ള കാറാണ്? ഇതിന്റെ സ്റ്റിയറിംഗ് എവിടെയാണ്? അതെ ചേട്ടാ, ഇത് സോഫ കാറാണ്. ഇതിന് സ്റ്റിയറിംഗ് ഒന്നുമില്ലെന്നേ. നിങ്ങളാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. താങ്ക് യു വെരി മച്ച് സാർ. ഞാൻ ലേറ്റായി, എനിക്ക് വേഗം ഓഫീസിലേക്ക് പോകണം. ബൈ. അനന്തരവാ, നമുക്ക് ലേറ്റായി. വേഗം വാ, പോവാം. എന്തുട്ടാണിത്? എല്ലാരും പോയാ? എന്നാ പിന്നെ ഞാനും പോയേക്കാം. ഹലോ മിസ്റ്റർ ബല്ല, ഹൗ ആർ യു? I am too very good, സാറേ. സാറിന് സുഖമല്ലേ? അമ്മാവൻ എപ്പോ വരും? ഇവിടെ അങ്ങ് കാണുന്നില്ലല്ലോ. ഐ ആം വെരി എക്സൈറ്റഡ് ടു മീറ്റ് ഹിം. ഐ എം വെരി സോറി സാറേ. ആ അമ്മാവൻ ഇതുവരെ വന്നിട്ടില്ല. ലേറ്റ് ആയിട്ട് വരുന്ന കാര്യത്തിൽ അയാൾ എക്സ്പെർട്ടാ. അയാൾ എപ്പോ വരുമെന്ന് എനിക്കറിയാൻ മേല. സാർ ഇങ്ങോട്ട് വന്നാട്ടെ, നമുക്ക് ഏതെങ്കിലും നല്ല ഹോട്ടലിൽ പോയി ലഞ്ച് കഴിക്കാം. സോറി സാറേ, അതെന്താന്ന് വെച്ചാ ആദ്യം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ ഉടുപ്പാകെ അഴുക്കായി. പിന്നെ ഞാൻ ഇറങ്ങിയപ്പോ ആരോ ദേഹത്ത് വെള്ളം ഒഴിച്ചു. പിന്നെ മൂന്നാമത് ഇറങ്ങിയപ്പോ ഒന്നും മിണ്ടാതിരിക്കാം മാമാ. ഹായ് അങ്കിളെന്താ ഇവിടെ? മിസ്റ്റർ ബല്ല, എനിക്കിത് പറയാതെ വയ്യ. നിങ്ങളുടെ എംപ്ലോയി വളരെ ടാലന്റഡ് ആണ്, നല്ല ഹെൽപ്പിംഗ് നേച്ചർ ആണ്. ഇവരാണ് ഇന്ന് എന്റെ ജീവൻ രക്ഷിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഇവരെ തീർച്ചയായും അഭിനന്ദിച്ചേ പറ്റൂ.
അമ്മാവ, ഞാൻ എന്റെ ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ജോലി തരികയാണ്. താങ്ക് യു സാറേ. പക്ഷേ എനിക്ക് ഫണ്ടൂഷ് നഗറിൽ നിൽക്കാനാണ് താല്പര്യം. ഇവിടെ എന്റെ സാലറി മാത്രം ഇച്ചിരി കൂട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അത് മാത്രം മതി. മിസ്റ്റർ ബല്ല, ഈ അമ്മാവിന്റെ സാലറി ഡബിൾ ആക്കി കൊടുക്കുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എന്താ സാലറി കൂട്ടാനോ? ഇല്ല, അല്ലെങ്കിൽ തന്നെ എന്റെ 500 രൂപ പോയിട്ടിരിക്കുക. സാലറി ഡബിൾ. പക്ഷെ സാറ് കാശ് മരത്തിലൊന്നും ഉണ്ടാവൂല. അത് ശരി. അപ്പൊ അനന്തരവൻ പറഞ്ഞത് ശരിയായിരുന്നു. സാറാ എന്നെ തടഞ്ഞോണ്ടിരുന്നത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമ? പെർഫെക്റ്റ്. ഓക്കേ.